പുടിൻ ട്രംപിനെ അപമാനിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി അതിശയോക്തിപരമായിരിക്കും. എന്നാലും ട്രംപ് ഉദ്ദേശിച്ച പോലെ ഇനി കാണാനില്ല എന്ന് പുടിൻ പറഞ്ഞു. രണ്ടാമത്തെ കൂടിക്കാഴ്ച ട്രംപിൻ്റെ സ്വപ്നമായിരുന്നു. എങ്ങനെയെങ്കിലും പുടിനെ ഒന്ന് വരുതിക്കാക്കി ഉക്രൈൻ യുദ്ധം കൂടെ നിർത്തി താൻ 8ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് അടുത്ത വർഷമെങ്കിലും നോബൽ സമ്മാനം മേടിക്കാനുള്ള ആ സ്വപ്നം പൊലിഞ്ഞു എന്ന് കേൾക്കുന്നു. അതായത് ഈ തുടക്കം മുതലേ ഇതിൻ്റെ അകത്തൊരു ദുശകുനം ഉണ്ടായിരുന്നു. അതായത് ഹംഗറിയുടെ തലസ്ഥാനമായിട്ടുള്ള ബുഡാപെസ്റ്റിൽ വെച്ചിട്ടാണ് ഈ ഉച്ചകോടി നടക്കാനിരുന്നത്. ഈ മാസം അവസാനം ആദ്യം അലാസ്കയിൽ അവർ തമ്മിൽ കണ്ടു. കുറെ നേരം ഒന്നും സംഭവിച്ചില്ല, പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഹംഗറിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1994 അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു ഉച്ചകോടി നടക്കുന്ന സ്ഥലമാണ് ഈ ബുഡാപെസ്റ്റ്. ആ ഉച്ചകോടിയിൽ ഉണ്ടായ ഒരു കരാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈൻ മറ്റേ ആണവ, അതായത് സോവിയറ്റ് യൂണിയൻ തകരുമ്പോൾ കുറേ ആണവായുധങ്ങൾ യുക്രൈനിലുണ്ട്. ആ ആണവായുധങ്ങൾ കൈമാറുക അല്ലെങ്കിൽ നശിപ്പിക്കുക, അങ്ങനെ യുക്രൈൻ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ യുക്രൈനെ ആക്രമിക്കില്ല എന്ന് കരാർ ഒപ്പിട്ടതാണ് സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം. പക്ഷേ റഷ്യ ഇത് പാലിച്ചില്ല. ഉക്രൈന് ആണവായുധങ്ങൾ കൊടുക്കുകയും ചെയ്തു. അതെ, പിന്നെയും അധിനിവേശം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആ ബുഡാപെസ്റ്റിൽ വെച്ച് തന്നെ ഒരു സമാധാന ഉച്ചകോടി നടക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ സെലൻസ്കിക്കും യുക്രൈനും മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് പലപ്പോഴും വ്യക്തമായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ കരോലിൻ ലേവിറ്റ് എന്ന് പറഞ്ഞ ട്രംപിൻ്റെ പ്രസ് സെക്രട്ടറിക്ക് അവിടുത്തെ ഹഫിംഗ്ടൺ പോസ്റ്റിൻ്റെ ലേഖകൻ മൊബൈലിൽ ഈ കാര്യം തന്നെ ചോദിച്ചു. എന്നിട്ടും ഈ ബുഡാപെസ്റ്റ് ആരാണ് നിർദ്ദേശിച്ചത് എന്ന് ചോദിച്ചിരുന്നു. അമ്മയ്ക്ക് വിളിച്ചു അല്ലേ, നിന്റെ തള്ള, യുവർ മോം ഡിഡ് എന്ന് പറഞ്ഞിട്ട് മറുപടിയും കൊടുത്തിരുന്നു. ആ മറുപടി അവർ തന്നെ പരസ്യപ്പെടുത്തി, അവരുടെ എക്സിൽ അവർ പരസ്യപ്പെടുത്തി. ട്രംപിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണല്ലോ, ഏതാണ്ടൊക്കെ ആ സ്വഭാവം പകരുമല്ലോ. വേറൊരാളുടെ തന്തയ്ക്ക് വിളിച്ചാലും തള്ളയ്ക്ക് വിളിച്ചാലും ഒക്കെ മഹത്തായ ക്രെഡിറ്റ് ആയിട്ട്. അപ്പം പിന്നെ വേറൊന്ന്, ഈ ഹംഗറി യൂറോപ്യൻ യൂണിയനിലെ അംഗമാണ്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി ഈ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇയാൾക്ക്, പുടിനെതിരെ. അപ്പോൾ പുടിനെ ഹംഗറിയിൽ പോയി കഴിഞ്ഞാൽ ഹംഗറി അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ എന്ന് വേറൊരു ചേരി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. പോളണ്ട് പറഞ്ഞു, പുടിനെങ്ങാനും ഞങ്ങളുടെ ആകാശത്തു കൂടി പറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വെടിവെച്ചിടും പറഞ്ഞു. പോളണ്ടിന് ഇടയ്ക്കിടയ്ക്ക് ഡ്രോൺ ആക്രമണങ്ങൾ പോളണ്ടിൽ ഇപ്പോൾ സ്ഥിരമാണല്ലോ. പോളണ്ട് വെടിവെക്കാൻ വല്ല സാധനം ഉണ്ടോ? പോളണ്ട് ഇപ്പോൾ ഒരുപാട് ആയുധം മേടിക്കുന്നുണ്ട്. അവര് ഈ നാറ്റോ രാജ്യങ്ങളും 32 രാജ്യവും അമേരിക്ക രക്ഷിച്ചോളും എന്ന് വിചാരിച്ചിട്ട് ആയുധം മേടിക്കുന്നുണ്ടായിരുന്നില്ല. പോളണ്ടിനെ നിരന്തരം ഇവരെ ആക്രമിച്ചു തുടങ്ങിയപ്പോഴാണ് മോദി പോളണ്ടിൽ പോയത് 4-5 മാസം മുമ്പേ. അപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഇനി അവർ GDPയുടെ 5% ആയുധം മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് മോദി അവിടെ പോയത്. നമ്മുടെ കയ്യിൽ പല സംഗതി ഉണ്ട് എന്ന് പറയാൻ. അപ്പോൾ ഇപ്പം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ വെടിനിർത്തണം എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയനും സെലൻസ്കിയും, അതായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മർദ്ദം. കഴിഞ്ഞ തവണ സെലൻസ്കി പോയപ്പോൾ യൂറോപ്യൻ രാഷ്ട്രത്തലവന്മാരും കൂടിയൊക്കെ പോയല്ലോ. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും മാക്രോണും ഒക്കെ പോയില്ലേ, സ്റ്റാമറും ഒക്കെ കൂടെ. കാരണം ഈ അടിച്ചിറക്കാതിരിക്കാൻ വേണ്ടി സെലൻസ്കി ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ പുച്ഛിക്കുമല്ലോ. ഒരു പഞ്ചായത്ത് നിറയെ ആളുമായിട്ടാണ് പോയത്. KPCCയുടെ കമ്മിറ്റിയൊക്കെ പോലെ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ യൂറോപ്പ് ഒരു നിർദ്ദേശം വെച്ചിരുന്നു, ഇപ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ വെടിനിർത്തുക എന്നൊരു സംഭവം. അത് ഇന്നലെ മറ്റേ മാർക്കോ റൂബിയോയും വിദേശകാര്യ സെക്രട്ടറി അവിടുത്തെ ലാവ്റോവും കൂടി സംസാരിച്ചു കഴിഞ്ഞോ. അതായത് ഹംഗറിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ഒരുക്കം എന്നുള്ള നിലയ്ക്കാണ് റൂബിയോയും ലാവ്റോയും സംസാരിച്ചത്. അപ്പോൾ ലാവ്റോ പറഞ്ഞു, ഇത് നടക്കില്ല വെടിനിർത്തൽ, ആദ്യം ഒരു സമാധാന കരാറ് വേണം, ആ സമാധാന കരാറിൽ വ്യവസ്ഥകൾ വേണം,
അത് കഴിഞ്ഞ് നമ്മൾ, കാരണം ഞങ്ങൾ ഈ യുക്രൈൻ ആക്രമിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് നാറ്റോയിൽ അപ്ലിക്കേഷൻ കൊടുത്തു ഉള്ളതാണ്. അപ്പോൾ അത് നാറ്റോയിൽ അംഗമാവുകയില്ല തുടങ്ങിയ വ്യവസ്ഥകളൊക്കെ എഴുതി ഒരു സമാധാന കരാർ ഒപ്പിട്ടിട്ട് നമുക്ക് ആലോചിക്കാം എന്നുള്ളതാണ്. ഇപ്പം ഇവർ പിന്മാറിയാലുള്ള പ്രശ്നം, ഈ ഡോൺബാസിൻ്റെ 22% യുക്രൈൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഡോൺബാസ് എന്ന് പറയുന്നത് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന കുറേ ആളുകൾ. ഈ യുക്രൈൻ ഒരു വ്യവസായ സ്ഥലമായിട്ട് വളരുന്ന കാലത്ത് ഒരുപാട് തൊഴിലാളികൾ പോയിട്ട് അവിടുത്തെ ഡെമോഗ്രഫി, ഈ അസംബ്ലിയൊക്കെ മാറിയില്ലേ, മുസ്ലിങ്ങൾ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നിട്ട് എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികൾ പോയി ഡോൺബാസിൽ. അങ്ങനെ റഷ്യൻ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായി വന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഡോൺബാസ് വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല. 22% യുക്രൈന് കൊടുക്കാനോ, അപ്പോൾ അതൊക്കെ കരാറിൻ്റെ ഭാഗമായിട്ട് വരണം. യുക്രൈൻ്റെ കയ്യിലതിരിക്കാൻ പറ്റില്ല. 11 വർഷത്തെ യുദ്ധത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഡോൺബാസ് പിടിച്ചടക്കുക. നേരത്തെ ക്രിമിയ പിടിച്ചടക്കിയതുപോലെ ഡോൺബാസും കൂടി കയ്യിൽ വരിക, റഷ്യൻ ഭാഷ സംസാരിക്കുന്ന സ്ഥലം. അപ്പോൾ ഡോണറ്റ്സ്കും ലുഹാൻസ്കും ചേർന്നതാണ് ഈ ഡോൺബാസ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ചൊവ്വാഴ്ച ഈ ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ചിട്ടൊരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു, സമാധാന പദ്ധതി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇരിക്കുന്നിടത്ത് വെച്ച് പിൻവാങ്ങുക എന്നുള്ളത്. ആ പദ്ധതിയെ യൂറോപ്പ് സ്വാഗതം ചെയ്തിരുന്നു. സെലൻസ്കിയും സ്വാഗതം ചെയ്തു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, 1 ഇഞ്ചും കൊടുക്കത്തില്ല എന്നാ പറഞ്ഞത്. അതെ, അത് സ്വാഗതം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ പറഞ്ഞു വെടിനിർത്തലിന് മുമ്പ് കരാറ് വേണം, ഇതിൻ്റെ റൂട്ട് കോസ് നാറ്റോയിൽ ചേരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മറ്റേ പറ്റില്ല. പിന്നെ സെലൻസ്കി മാറണം. സെലൻസ്കി അവിടെ ഇനി ഭരണാധികാരി ഇരിക്കാൻ പറ്റില്ല. സെലൻസ്കി മാറിയിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കണം. അതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സെലൻസ്കിക്ക് മുമ്പത്തെ പോലെ പുട്ടിൻ്റെ ഒരു പാവ അവിടെ വരണം. അതുപോലെ റഷ്യൻ സംസാരിക്കുന്നവരെ പീഡിപ്പിക്കരുത്. ഇതൊക്കെ വ്യവസ്ഥയിൽ എഴുതി ചേർക്കണം എന്നാണ് പറയുന്നത്, ഡോൺബാസിലും മറ്റു സ്ഥലങ്ങളിലും. അപ്പോൾ പിന്നെ ലാവ്റോവ് ചോദിച്ചു, പുട്ടിൻ എങ്ങനെ ഹംഗറിയിൽ പോകും, അതുകൂടി നിങ്ങൾ പറ. ഹംഗറിയിലേക്ക് എങ്ങനെ പോകാൻ പറ്റും? കാരണം രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ വാറണ്ട് ഉണ്ട്. ആ വാറണ്ട് പിൻവലിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പോളണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയുമോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. വ്യാഴാഴ്ച 2 മണിക്കൂർ പുട്ടിനും ട്രംപും തമ്മിൽ സംസാരിച്ചിരുന്നു ഫോണിൽ. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ട്രംപ് കൊടുത്ത ഒരു ഉറപ്പ് ടൊമാഹോക്ക് മിസൈല് കൊടുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ടൊമാഹോക്ക് മിസൈൽ കൊടുക്കില്ല എന്നുള്ളൊരു ഉറപ്പ് പുട്ടിന് വേണമായിരുന്നു യുദ്ധം തുടരാൻ. ആ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ പിൻവലിയാണെന്നാണ് ഇപ്പോൾ സെലൻസ്കി പറയുന്നത്. ടൊമാഹോക്ക് എന്ന് പറയുന്ന ഒരു സമ്മർദ്ദ ആയുധമായിട്ട് ട്രംപ് കയ്യിൽ വെക്കേണ്ടതായിരുന്നു. അത് കൊടുക്കില്ല യുക്രൈന് എന്ന് പറഞ്ഞതോടുകൂടി പുട്ടിന് സമാധാനമായി. കൊടുത്താൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവുമെന്നാണ് പുടിൻ പറഞ്ഞത്. മാത്രമല്ല പിന്നീട് ട്രംപ് പറയുകയും ചെയ്തു, ഈ സാധനം ഞങ്ങളുടെ ഒരുപാടുണ്ട്, പക്ഷെ ഞങ്ങളിപ്പോൾ ഉക്രൈന് കൊടുക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് ഒരു സമ്മർദ്ദ സാധനമായിട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സെലൻസ്കിയും ട്രംപിനെതിരായി. അങ്ങനെ ടൊമാഹോക്ക് എന്ന് പറഞ്ഞൊരു ഭീഷണി പിടിച്ചു വച്ചില്ല എന്നുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച സെലൻസ്കി വൈറ്റ് ഹൗസിൽ ചെന്നിരുന്നു. അപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ തട്ടിത്തകർന്നു പോയിരിക്കുന്നത്. ഉച്ചകോടി ഇനി അടുത്ത കാലത്തൊന്നും നടക്കില്ല എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അല്ല, അലാസ്കയിലെ ഉച്ചകോടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഉടനെ വീണ്ടും കാണാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുടിൻ പറഞ്ഞത് ട്രംപ് മോസ്കോയ്ക്ക് വന്നാ. അതാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു 2 പേർക്കും 3 പേർക്കും ഒക്കെ സമ്മതമായ ഒരു സ്ഥലത്ത് കാണണം എന്നുള്ളതാണല്ലോ. അല്ലാതെ ബുഡാപെസ്റ്റില് ഒന്നാമത് ഈ ഹംഗറിയിൽ നേരത്തെ ഈ സോവിയറ്റ് യൂണിയൻ ടാങ്കുകൾ കയറിയിട്ടുണ്ട് ആക്രമിക്കാൻ. അപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് വേറൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കയറിയതാണല്ലോ. ഈ സുന്നികൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെയാണല്ലോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തമ്മിലൊന്ന് യുദ്ധം ചെയ്തത്. അന്ന് അച്യുതമേനോൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വീട്ടിൽ വന്നിരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ട് കെ ദാമോദരൻ വീട്ടിൽ ചെന്ന് സമാധാനിപ്പിച്ച് തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ധർമ്മബോധം ഉള്ളത് കൊണ്ടേ
ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം വേറെ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ ആക്രമിക്കാം. അദ്ദേഹത്തിന് മനസ്സിലായില്ല അത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ. അപ്പോൾ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. ഇന്ത്യയിൽ വെച്ച് ചർച്ച നടത്താം. മോദി സംഗതി റെഡിയാക്കി കൊടുക്കും. എളുപ്പമാണ്. രണ്ടു കൂട്ടർക്കും സമ്മതമായിരിക്കും, വളരെ സമ്മതമായിരിക്കും. പക്ഷെ മോദിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിനെ കാണാൻ സമ്മതമാവുമോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. ട്രംപ് ഇപ്പോൾ അടുത്ത മോദിയായിട്ട് കൂടിക്കാഴ്ചക്കുള്ള അടുത്ത പരിപാടി ഒപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതൊക്കെ ചെയ്തൊക്കെ വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസവും പറഞ്ഞു മറ്റേ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കില്ല എന്ന് അങ്ങേര് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു ഫോൺ വിളിയോ ഉണ്ടായിട്ടില്ല എന്ന് വിദേശകാര്യ വകുപ്പ് പറയുന്നു. ഫോൺ സംഭാഷണം തന്നെ ഉണ്ടായിട്ടില്ല, ചർച്ചയേ ഉണ്ടായിട്ടില്ല. അതായത് ട്രംപ് വിളിച്ചാൽ എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. എന്ത് കാര്യത്തിനാണ് ഇപ്പൊ സംസാരിക്കുന്നത്? അതെ, സംസാരിക്കാനൊന്നുമില്ല. ആ താരിഫിന്റെ കാര്യം തീരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.